നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തെരുവിൽ തെണ്ടി നടക്കുന്ന ദരിദ്രവാസികളെ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. നീ ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എന്റെ പെങ്ങളുടെ വാക്ക് ധിക്കരിച്ച നിനക്ക് ഇനി ഈ കുടുംബത്തിൽ സ്ഥാനമില്ല. അത് തീരുമാനിക്കേണ്ട അമ്മാവനാണോ? അതെ, തൽക്കാലം ഇനി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാ. ദേ, ഈ കത്തിക്കൊണ്ടിരിക്കുന്നതേ നിന്റെ തുണിയും നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മാത്രമല്ല, നിന്റെ സർട്ടിഫിക്കറ്റുകളും നീ ജീവിച്ചിരിപ്പുണ്ടെന്നതിനുള്ള തെളിവുകളും. അങ്ങനെ നീയുമായി ബന്ധമുള്ള ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇന്ന് ഈ മുറ്റത്ത് കിടന്ന് കത്തും. താൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്ത് കത്തിക്ക്. മതിയാവുന്നില്ലെങ്കിൽ താനും കൂടി തീയിലേക്ക് എടുത്ത് ചാടിക്കോ. രമ്യ, നീ അമ്മയെ വിളിക്ക്. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ എനിക്ക് വേണം. ഓ, അപ്പൊ അവകാശം ചോദിക്കാൻ വന്നതാണല്ലേ? നാണോ ഇല്ലടാ നിനക്ക്? അച്ചി വീട്ടിലേക്ക് ചെന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് അവളുടെ വാക്കും കേട്ട് ഇവിടെ കയറിയൊന്ന് അവകാശം ചോദിക്കാൻ നിനക്ക് ഉളുപ്പില്ലടാ ചക്ക. ഹരീഷേ, വാ നമുക്ക് പോവാം. ഇത് മതി. നിക്ക് രാജുവേട്ടാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ അവകാശം ചോദിക്കുന്നതേ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടും ബിസിനസ് നടത്തിയും ചിട്ടിക്കമ്പനി നടത്തിയും ഉണ്ടാക്കിയതിന്റെ പങ്കാ, അല്ലാതെ അമ്മാവന്റെ പൂർവ്വസ്വത്തിന്റെ പങ്കൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഓ, അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലിൽ നിന്നുള്ള വിഹിതം, ആ വിഹിതം നീ ചോദിച്ചു വാങ്ങിച്ചു. അതിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്നുള്ള ഒരു വിഹിതം നിനക്കുള്ളതാ. അത് നിന്റെ അവകാശമാണ്. പക്ഷേ നിന്റെ അച്ഛൻ ബിസിനസ് നടത്തിയും ചിട്ടിക്കമ്പനി നടത്തി സമ്പാദിച്ചതിൽ നിന്നും ഒരു ചില്ലി കാശോ വസ്തുവോ നിനക്ക് തരാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ബിസിനസ് നടത്താനും ചിട്ടിക്കമ്പനി തുടങ്ങാനും നിന്റെ അച്ഛന് മൂലധനം നൽകിയതേ ഞാനാ. നീ വീറും വാശിയുള്ള ചെറുപ്പക്കാരനല്ലേ? നിന്റെ അമ്മാവന്റെ ഔദാര്യത്തിൽ നിന്ന് നിന്റെ അച്ഛനുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ പങ്ക് നിനക്ക് വേണോ? ഇനി സ്വത്തുക്കൾക്ക് വേണ്ടി കോടതിയിലെങ്ങാനും പോണോന്ന് നിനക്ക് തോന്നിയ, അങ്ങനെ തോന്നിയാലും നിനക്കൊരു ചുക്കും ചെയ്യാനില്ല. നീ എന്റെ പെങ്ങൾക്കും അളിയനും ഉണ്ടായ മകനാണെന്നുള്ളതിനുള്ള തെളിവ് പോലും ഇല്ല ഹരീഷേ. എല്ലാം ദേ കത്തിച്ചാമ്പലായി. നിന്ന് മസിൽ പിടിക്കാതെ ഈ നായികളെ വിളിച്ചോണ്ട് പോവാൻ നോക്കടാ. നിന്നെ ഞങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു. ഹരീഷേ, വാ. തെരുവിൽ തെണ്ടി നടക്കുന്ന ദരിദ്രവാസികളെ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. രാജു, വേണ്ട. എന്താടാ? താൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഹരീഷ് അല്ലാതെ ഒരക്ഷരം ഞങ്ങൾ ആരും തന്നോട് പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ മാന്യത. ശ്രീലക്ഷ്മി ഹരീഷും ചെയ്തത് തെറ്റാണ്. ഞാനത് സമ്മതിക്കുന്നു. രക്ഷിതാക്കളുടെ സമ്മതവും അനുവാദവും ഇല്ലാതെ അവര് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അക്കാര്യത്തിൽ വിഷമിക്കുക. പക്ഷെ അതിന്റെ പേരില് തന്റെ വായി കിടക്കുന്ന പുഴുത്ത നാക്കുകൊണ്ട് ഇനിയും ദുഷിച്ച വാക്കുകള് ഞങ്ങൾക്കെതിരെ താൻ ഉപയോഗിച്ചാൽ ഇങ്ങോട്ട് വന്ന കോലത്തിലെ അമ്മാവൻ തിരിച്ചിവിടുന്ന് പോവില്ല. രമ്യ, അമ്മാവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വാ.
മതി. ഇനി പ്രശ്നമൊന്നും വേണ്ട. ആ പീറച്ചെറുക്കന്റെ ഭീഷണി കേട്ട് ഈ വെട്ടിയാർ സേതു പേടിച്ചു പോകുന്നു നീ കരുതിയോ? നമ്മുടെ ചെറുക്കന്റെ മനസ്സ് മാറ്റി കുഴിയിൽ കൊണ്ട് ചാടിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ഈ അമ്മാവനിത് എന്തിന്റെ ഏനക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ദീപകെ, നീ ഇതെന്താ ഈ വിളിച്ചു പോകുന്നേ? യാമിനിയോ ശേഖരനോ വല്ലതും കേട്ടാലുണ്ടല്ലോ ആകെ പുലുവാലാവും. അതിലും വിഷയമാ ആ കുട്ടിപ്പിശാജ്. എന്താടാ, എന്തു പറ്റി? ഇനി എന്തു പറ്റാൻ? പതിവ് പോലെ രമ്യയുടെ ചേട്ടന്റെ വിവാഹം നടത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഋതികയെ കൊണ്ട് എല്ലാം തുറന്നു പറയിപ്പിക്കാൻ കളിച്ച കളിയും 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പറയ്. നീ സമാധാനിക്ക് ദീപക്കെ. നമുക്ക് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാം. എന്നിട്ട് അവിടെ നിന്ന് ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് ഋതികയെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പതിവ് പോലത്തെ പുതിയ ഐഡിയകളുണ്ടെങ്കിൽ പറയ്. ദീപകെ, ഋതികയുടെ കാര്യത്തില് എല്ലാം വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കഴിവുകേടാണെന്ന് നീ അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സാധ്യതകൾ കണ്ടെത്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സംഭവിക്കേണ്ട സമയമാകുമ്പോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഉവ്വ, കൊറേ സംഭവിക്കും. പിന്നിലെ പറമ്പിലെ നല്ല ഈട്ടി നിപ്പില്ലേ, അത് മുറിച്ച് അമ്മ ഒരു തൊട്ടില് പണിയിച്ചു വെച്ചോ. രാജുവിന്റെ കുഞ്ഞുമായിട്ട് ഋതിക ഇവിടെ വന്ന് നിൽക്കുമ്പോ ആ തൊട്ടിലിട്ട് അമ്മയ്ക്ക് അവളെ കുഞ്ഞിനെ ഉറക്കാലോ. എടാ, ചില പ്ലാനൊക്കെ പൊളിഞ്ഞു നിരിക്കും. അതിന് നീ ഇങ്ങനെ ഭൂകമ്പം സൃഷ്ടിച്ചാൽ എങ്ങനെയാ? അതിനമ്മ എന്തറിഞ്ഞിട്ടാ? അവള് ആ ഋതിക രമ്യയുടെ ചേട്ടനെ കൊണ്ട് തന്നെ ആ രാജുവിന്റെ അനിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്നു. ദൈവമേ, ദൈവത്തിനെ വിളിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. അവരുടെ കല്യാണം നടന്നത് ഇഷ്ടപ്പെടാതെ രമ്യയുടെ അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ആ പ്രശ്നം അമ്മാവൻ പറഞ്ഞ് പരിഹരിച്ചു. പ്രതാപനോ? കല്യാണ പന്തല് വെച്ചോ? കല്യാണ പന്തല് വെച്ചല്ല, ആശുപത്രിയിൽ വെച്ച്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? പ്രണയ വിവാഹം നടത്തിയ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അമ്മാവൻ ഋതികയുടെയും രാജുവിന്റെ വിവാഹം അംഗീകരിക്കുന്ന കാലം അധികം അകലെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.